എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിച്ച ആരാന്നുള്ള വലിയ തെളിവൊക്കെ സേതുവിനും പല്ലവിക്കും കിട്ടുവാണ്. ഇത് കിട്ടിയ പാടെ അവരെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം അയാളുടെ ഫോട്ടോ നേരെ നിരഞ്ജന മാഡത്തിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോ കണ്ടപ്പോ തന്നെ നിരഞ്ജന മാഡത്തിന് ആളെ മനസ്സിലായി. അയാള് സ്ഥിരം ഒരു ക്രിമിനലാണ്, ഇത് ഗുണ്ടാജേനാണല്ലോ എന്ന് പറയണം. പക്ഷെ ഇയാൾ എന്തിനു വേണ്ടിയിട്ടാ ഈ ഓട്ടോറിക്ഷ കത്തിച്ചെന്നുള്ള കാര്യം സേതുവിന് മനസ്സിലായില്ല. സേതു അത് പറയുകയും ചെയ്തു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇയാൾക്കൊരു വൈരാഗ്യം കാണത്തില്ല ശ്രീഹരിയോട്. പക്ഷെ വൈരാഗ്യമുള്ള വേറെ ആൾക്കാർ കാണുമല്ലോ. എന്നാലും അത് ആരായിരിക്കും? ആരെങ്കിലും ഇയാളെ കൊണ്ട് ചെയ്യിച്ചത് ആയിരിക്കുമല്ലോ. അങ്ങനെ ആരും വഴിയില്ലേന്ന് ചോദിക്കാം. എന്നാലും അതിന് മാത്രം ശത്രുത ആർക്കുള്ളേ? എന്തിന്, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ശരിയാണ്, ഋതുവിന് അത്രമാത്രം ശത്രുതയുണ്ട്. പിന്നെ പൂർണിമ ഓട്ടോറിക്ഷ കത്തിക്കുമെന്ന് പറഞ്ഞാലും പൂർണിമ അങ്ങനെ ചെയ്യാനായിട്ട് വഴിയില്ല. പക്ഷെ ഋതു അങ്ങനെയല്ല. അവൾ ഇതിനു മുമ്പ് പല കൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ കല്യാണ സമയത്ത് അവളെ തട്ടിക്കൊണ്ടു പോകാനായിട്ടൊക്കെ ശ്രമിച്ച, തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം മുടക്കി തന്നെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ ശ്രമിച്ച. അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞപ്പോ തന്നെ സേതു പറഞ്ഞു, ശരിയാ, എനിക്കിപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവണമെന്നുണ്ടെന്ന് പറയണം. നിരഞ്ജന മാഡം പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത്രയും വില എത്തിയില്ലേ കാര്യങ്ങള്, ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം. അവൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവിടെ നിന്ന് അവനെ ഞാൻ പൊക്കിയെടുത്തോളാം. അങ്ങനെ അവനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, ഒരു കാരണവശാലും ആ കുറ്റവാളി രക്ഷപ്പെടരുത്. കാരണം ശ്രീഹരി എത്രമാത്രം കഷ്ടപ്പെട്ടാന്നറിയാവോ. അവന്റെ ഉപജീവനമാർഗമായിരുന്നു ആ ഓട്ടോറിക്ഷ. അത് കത്തിക്കാൻ മാത്രം ഇത്ര ക്രൂരായ അവരാരാണെങ്കിലും, ഏത് കൊമ്പത്തെ ആൾക്കാരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പാടെന്ന് പറയണം. അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നിരഞ്ജനാപാഠം പറഞ്ഞു, ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ട. ഒരു തുമ്പ് പോലും കിട്ടില്ലെന്ന് വിചാരിച്ചിരുന്ന കാര്യല്ലേ. പക്ഷെ ഇത്രയിടം വരെ എത്തിയില്ല കാര്യങ്ങള്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. മാക്സിമം പോയ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവരെ കുറിച്ചുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറയണം. അങ്ങനെ നിരഞ്ജനാമ്പാടം അങ്ങോട്ട് പോവാണ്. ഈ സമയം സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഋതു തന്നെ ആയിരിക്കോ പല്ലവി ഇതിന്റെ പിന്നില്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സേതുവേട്ടാ, നമ്മുടെ കയ്യിൽ അതിന് മാത്രം തെളിവില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കട്ടെ. അയാളെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നുള്ള സത്യം. പക്ഷെ ഋതു ഭയങ്കര ആത്മവിശ്വാസത്തിലാ. കാരണം ഋതുവിനറിയാം, ഒരു അന്വേഷണം വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്നാണ് കോള് വരിക്കുന്നത്. അപ്പൊ അമ്മയാന്ന് വിചാരിക്കുള്ളൂ, താനാന്ന് ഒരിക്കലും പിടി വീഴത്തില്ല. ആ ഒരു ചിന്തയാ. പക്ഷെ ഋതുവിന്റെ ബുദ്ധിയല്ല പോലീസുകാരുടെ ബുദ്ധി. കാരണം അവർക്ക് അറിയാനായിട്ട് സാധിക്കും. കുറെ ചോദ്യം ചെയ്യുമ്പം അവരുടെ ആ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, കള്ളന്മാരുടെ മുഖത്തെ ആ കള്ള ലക്ഷണം കണ്ടു കഴിയുമ്പത്തേനും. അതൊക്കെ ഋതുവിനുണ്ട് അറിയുന്നു. ഋതു ആണെങ്കിൽ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങളങ്ങ് എടുക്കും. അവസാനം അത് അവൾക്ക് തന്നെ കുരിശായിട്ട് വരികയും ചെയ്യും. പക്ഷേങ്കില് പൂർണിമയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അച്ഛനും ശ്രീഹരി ഹോസ്പിറ്റലായതിനു ശേഷം. കാരണം താൻ കാരണമാണോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്? ഒരു പക്ഷെ ഓട്ടോറിക്ഷ ഈ പൊന്നുമടത്ത് കയറ്റി ഇടുവായിരുന്നെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിക്കില്ലായിരുന്നു. അപ്പൊ താനും കൂടി ഒരു ഉത്തരവാദിയല്ലേ എന്നുള്ള മനസ്താപം ഉണ്ടായിരുന്നു പൂർണിമയുടെ ഉള്ളിൽ. പക്ഷെ പൂർണിമയ്ക്ക് അത് ആരോടും പുറത്ത് തുറന്നു പറയാനായിട്ടൊരു മടി. താൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ഇമേജിന് കോട്ടം തട്ടുവോ എന്നൊരു ചിന്തയൊക്കെ പൂർണിമയുടെ മനസ്സിലുള്ളതുകൊണ്ടാ പൂർണിമ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ. പിന്നീട് അച്ചു ശ്രീഹരിയും കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ റൗൺസിന് വന്നു. ഡോക്ടർ വന്ന് ശ്രീഹരിനെ പരിശോധിച്ചെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ട്, വീട്ടിലേക്ക് പോവാം, ഡിസ്ചാർജ് എഴുതിയേക്കാന്ന് പറയണം. അങ്ങനെ ഡിസ്ചാർജ് എഴുതിയേക്കാന്ന് പറഞ്ഞ് അവര് പോയി കഴിഞ്ഞതിന് കുറച്ചേരം സമയത്തിന് ശേഷമാണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ വന്നു കഴിഞ്ഞപ്പം ശ്രീഹരിയോട് എങ്ങനെയുണ്ടാ എന്ന് സേതു ചോദിക്കണം. കുഴപ്പമില്ല, ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും പല്ലവിച്ച ഡിസ്ചാർജ് ബില്ലൊക്കെ തന്നോന്ന് ചോദിക്കും. തന്നു എന്ന് പറയണം. ഒരു കാര്യം ഇങ്ങോട്ടുണ്ട്, ഞാൻ അടയ്ക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അച്ചുവിനെ വേണ്ട അതൊന്നും വേണ്ട പല്ലിയേച്ചു എന്ന് പറയണം. അതെന്താ? അതിനുള്ള പൈസയൊക്കെ ഞങ്ങളുടെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം സേതു ചോദിച്ചു, ശ്രീഹരി നിന്റെ എവിടെ നിന്നാടാ പൈസയെന്ന് ചോദിക്കാം. ശ്രീഹരി പറഞ്ഞു, അത് പിന്നെ ഞാന് സത്യം പറ, അല്ല അച്ഛൻ്റെ കയ്യിലുണ്ടെന്നാ പറഞ്ഞ. അച്ഛൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ഇപ്പം ശ്രീഹരി ഓർത്തു അച്ഛൻ്റെ ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് വിചാരിച്ചാ പറയണേ. പിന്നീട് സേതു പറഞ്ഞു, അതെന്താടാ ഞങ്ങൾ അടച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ട സേതുവേട്ടാ, ഞങ്ങൾ അടച്ചോളാം ബില്ല്, അതിനുള്ള പൈസയൊക്കെ ഞങ്ങളുടെ ഉണ്ടെന്ന് പറയണം. പല്ലി ഓഹോ, അപ്പൊ നിങ്ങളെന്നൊക്കെ ആയെന്ന് ചോദിക്കാം. അതല്ല, ഞങ്ങള് അടച്ചോളാന്ന് പറയാ. പെട്ടെന്ന് സേതു പറഞ്ഞു, അങ്ങനെയാ നിന്റെ ഇഷ്ടമെങ്കിൽ ഇനിയിപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. എന്നാ ശരി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് സേതുവും പല്ലവിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങണേ. ഈ സമയത്ത് ശ്രീഹരി അച്ഛനോട് ചോദിച്ചു, അല്ല
നീ എന്ത് വർത്താനോ അച്ചു പറഞ്ഞേ? എവിടുന്ന് അടയ്ക്കുമെന്നാ പറഞ്ഞേ? പൈസ ഉണ്ടോ കയ്യിലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു, ഇനി എങ്ങനെയാ ശ്രീഹരി നമ്മള് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ സേതുവേട്ടൻ എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പലുവ ചേച്ചിയും കൂടി കൂട്ടി ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ല പലിശയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ആ കൂടെ ഈ ബില്ലിന്റെ കാര്യം കൂടെ അവരുടെ തലയിലേക്ക് എങ്ങനെയാ കെട്ടിവെക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരോട് പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞേ. ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായല്ലേ ചെന്ന് ചോദിക്കുക. എന്ത് ബുദ്ധിമുട്ട്? തൽക്കാലത്തേക്ക് സ്വർണ്ണം ഉണ്ടല്ലോ എന്റെ ദേഹത്ത്, അതിലെന്തേലും കൊണ്ടേ പണയം വെച്ചിട്ട് പൈസ അടയ്ക്കാന്ന് പറയണ. സ്വർണം കൊണ്ടേ പണയം വെക്കാനാ? അതെ, എന്താ കുഴപ്പമിരിക്കണേ? പിന്നീട് അച്ഛൻ എന്ത് ചെയ്യണ? തന്റെ കാലിൽ കിടന്ന് കൊലുസ് കാണിക്കുകയാണ്. ദേ, ഈ കൊലുസ് കണ്ടില്ലേ? ഈ കൊലുസ് കൊണ്ടേ പണയം വെച്ചിട്ട് അതിനുള്ള പൈസ എടുക്കാം, എന്നിട്ട് ബില്ലടയ്ക്കാന്ന് പറയണം. എന്നാലും അത് വേണോ അച്ചു? നിന്റെ സ്വർണം കൊണ്ടേ പണയം വെച്ചിട്ട് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാന്ന് പറഞ്ഞാല്? ഇതാ പറഞ്ഞ, ഇത്ര ഒരു ഗതികെട്ടവന്റെ കൂടെ ഒരു കാരണവശാലും ഇറങ്ങി വരില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നീ ഒരു പണക്കാരന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിനക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ എന്ന് പറയാം. അതേ ശ്രീഹരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടോ ഇങ്ങനെ ഈഗോ ചേർത്തുള്ള വർത്താനം പറയരുത് കേട്ടോ. പണമല്ല നമ്മുടെ ബന്ധത്തെ അല്ലെ സ്നേഹത്തെ തീരുമാനിക്കുന്ന അളവുകോൽ, ഒരിക്കലും പണമല്ല എന്ന് പറയണം. പണം ഇന്ന് വരും നാളെ പോവും. പക്ഷെ ഞാൻ ആ നിഖിലിന്റെ കൂടെ എങ്ങനെ പോയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഭൂമിക്ക് മീതെ പോലും കാണത്തില്ലായിരുന്നു. ശ്രീഹരി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത്. ആ നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ എന്ന് ശ്രീഹരിയോട് എനിക്ക് ഉണ്ടായിരിക്കും എന്ന് പറയാം. പിന്നെ കൊലുസ് ഇതുകൊണ്ടേ പണയം വെച്ചാലും കുഴപ്പമില്ല. ശ്രീഹരിക്ക് പൈസ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും കാലത്ത് പൈസ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് എടുത്തു തന്നാൽ മതി. ആരും നമ്മളോട് ചോദിക്കാനൊന്നും പോകുന്നില്ലോ. ഇതെന്റെ സ്വർണ്ണമാ, ഇതാരാ പണയം വെച്ച, എന്തിനു വേണ്ടിയിട്ടാന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തില് ശ്രീഹരിക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയാം. ശ്രീഹരിക്ക് സന്തോഷം, അതോടൊപ്പം തന്നെ സങ്കടവും തോന്നി. തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു പെണ്ണാണല്ലോ തന്റെ കൂടെ ഉള്ളതെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം, അല്ലെ തന്നെ മനസ്സിലാക്കുന്ന ഒരുവളാന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ശ്രീഹരിക്ക് ആ കാര്യത്തിൽ സന്തോഷമായിരുന്നു. പിന്നീട് മുകുന്ദൻ മാഷ് ശോഭയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇന്ദ്രന്റെ ആ വരവ് അപ്രതീക്ഷിതമായിരുന്നു. മുകുന്ദൻ മാഷോ അല്ലെങ്കിൽ ശോഭ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അങ്ങനെ അവൻ യാതൊരു ഇത് കൂസലും ഇല്ലാതെ അകത്തേക്ക് കയറി വരുവാണ്. പെട്ടെന്ന് ശോഭ ഇറങ്ങിച്ചോട്ട്, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അതെന്താ, എനിക്ക് വന്നുകൂടെ? ഇതെന്റെ ഭാര്യ വീടല്ലേ, അപ്പൊ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാൻ വല്ലെന്ന് ചോദിക്കാം. മുകുന്ദൻ മാഷ് കടന്നു പോടാ ഇവിടുന്ന്. അവന്റെ ഭാര്യ വീട് പോലും എന്റെ മോള് ഡിവോഴ്സിന് കൊടുത്തിരിക്കുക. അധികം വൈകാതെ തന്നെ എന്റെ മോൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, ഞാനേ ഇപ്പം നിങ്ങളുടെ മൂത്ത മോളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നത്, നിങ്ങളുടെ ഇടയ മോളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനെന്ന് പറയും. ഇത് കേട്ടത് ശോഭ ചോദിച്ചു, ഇളയ മോളുടെ കാര്യത്തെക്കുറിച്ചോ? അവളെക്കുറിച്ച് എന്താടാ നിനക്ക് ഇത്രമാത്രം സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അനിയനും നിങ്ങളുടെ ഇളയ മോളും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം നിനക്കറിയായിരിക്കലോ. അവര് ഭയങ്കര പ്രണയത്തിലാ. അവര് ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവരാ. അപ്പം അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ആ ഒരു ആലോചനയായിട്ടാ ഞാൻ വന്നേ, പെണ്ണ് ചോദിക്കാൻ വന്നോന്ന് പറയണ. ഇത് കേട്ടപ്പോ ശോഭയെ മൂന്നും മാഷും ഞെട്ടിപ്പോയി. മാഷു ഇനി എന്തൊക്കെയാടാ പറയണെന്ന് ചോദിക്കാം. അതെ, ഞാൻ പറഞ്ഞാലും എന്താ തെറ്റ്? നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ച് ചോദിച്ചു നോക്ക്, ഞാൻ പറയുന്ന തെറ്റാണോന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് ആ വിവാഹം അങ്ങ് നടത്തുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയാം. ശോഭ പറഞ്ഞു, കടന്നു പോടാ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു. അനാവശ്യം എന്തിനാ അമ്മേ ഞാൻ പറയണേ? അല്ലെങ്കിൽ തന്നെ ഒരു ഭ്രാന്തുള്ളതാണല്ലോ അവന്. അനാവശ്യം ഒന്നും ഞാൻ പറയുന്നേ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മോള് എന്റെ അനിയനോടൊപ്പം ഇറങ്ങിപ്പോവും. അങ്ങനെ പോയിട്ടാണ് നിങ്ങക്ക് തന്നെ നാണക്കേട്. അതിനേക്കാളും ഭേദം അവരെ തമ്മിൽ അങ്ങോട്ട് ഒന്നിപ്പിക്കുന്നതല്ല നല്ലത്, അവരെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നതല്ല നല്ലത്. അപ്പൊ വീട്ടിൽ നിന്ന് പെണ്ണ് ചോദിച്ച, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ്. ഇത് കേട്ടപ്പം മാഷോണ്ട്, ഇതേ വീട്ടിൽ വന്ന് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയണേ. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണം വിളിച്ചോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം. അപ്പൊ ഈ കാര്യം ഇവിടെ ഒന്നത് പറയണം, പെണ്ണ് ചോദിക്കണം, അതിന് വേണ്ട ഞാൻ വന്നേ. ഇനിയിപ്പൊ നിനക്ക് സമ്മതമാണെങ്കിലും സമ്മതം അല്ലെങ്കിലും അവർ തമ്മിലുള്ള വിവാഹം ഏട്ടനായ ഈ ഞാൻ നടത്തി കൊടുക്കുക, ഈ ഇന്ദ്രൻ നടത്തി കൊടുക്കൂന്ന് പറയണം. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാ. മൂന്ന് മാഷ് പെട്ടെന്ന് തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ഇരിക്കുവാണ്. എന്ത് ചെയ്യണം നടത്തില്ല. പിന്നീട് വൈകുന്നേരം ആയപ്പത്തേനും പാറു അങ്ങോട്ട് വരുവാണ്. പാറു വന്നു കഴിഞ്ഞപ്പത്തേനും ഇറച്ചി കെട്ടി ശോഭ അങ്ങോട്ട് ചെല്ലുവാണ്. ഇങ്ങോട്ട് കയറി വാടിയെന്നും പറഞ്ഞോണ്ട് വന്നിട്ട് സത്യം പറയടി, നീയും ആ വിശ്വം തമ്മില് ഇഷ്ടത്തിലല്ലേടിന്ന് ചോദിക്കണം. അമ്മ എന്തൊക്കെ വർത്താനാ പറയണെന്ന് ചോദിക്കാം. നീ കൂടുതലൊന്നും പറയണ്ടേ, ജീവിക്കാൻ നീ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് പാറുവിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അമ്മേ എന്താ അമ്മയെ കാണിക്കണമെന്ന് ചോദിക്കാം. നിന്നെ കാണിച്ചരാ, ഇനി നീ മുറിയിന്ന് പോലും പുറത്തിറങ്ങണ്ടെന്ന് പറയണം. അമ്മേ കാര്യം എന്താന്ന് പറമ്മേ, അവൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്ദ്രൻ. എന്തിനാന്നറിയാവോ? കല്യാണം ആലോചിച്ചോണ്ട്, അവന്റെ അനിയന് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്, അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രത്തോളം വരെ നീ ആ കാര്യങ്ങൾ എത്തിച്ചില്ലേ? നീ ആയിരിക്കും ചിലപ്പോ പറഞ്ഞു വിട്ടിരിക്കുന്നതല്ലേ?
കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് പറഞ്ഞെന്ന്. എടി അങ്ങനെ നിന്നെ കെട്ടിച്ചു കൊടുക്കുന്നേക്കാളും ഭേദം നിന്നെ ഞങ്ങള് കെട്ടിത്തൂക്കി വല്ല കടലിലോ കൊണ്ട് തള്ളുന്നതായിരിക്കൂടി. ആ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞു വിടുന്നേക്കാളും ഭേദം. അവൻ വന്ന് പറഞ്ഞിട്ട് പോയത് എന്തൊക്കെയാണെന്നറിയാലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവനെ പോലെ ഒരു ദുഷ്ടനാ ആ വീട്ടിലുള്ളെങ്കിൽ നീ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു കാലത്തും ഗതി ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല ഈ ബന്ധത്തിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലടി. ഒരിക്കലും നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം വേണ്ട. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ ഞാനും മാഷും ജീവനോടെ ഇരിക്കില്ലെന്ന് പറയാണ്. മാഷ് പറഞ്ഞു, എന്നാലും നീ ഇത്രയ്ക്ക് കടുങ്കൈ ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോളെ. ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ നീ കാര്യങ്ങളെന്ന് പറയാ. പാറു പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ലമ്മേ. ഒരു പക്ഷെ ഇത് വിശ്വ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇതെല്ലാം ഇന്ദ്രന്റെ കളിയാന്ന് പറയണ. വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം. പാറുവിനാകെപ്പാടെ വിഷമമായിപ്പോയി. പാറു ഓർത്തു, ഇനിയിപ്പം വിശ്വം കൂടെ അറിഞ്ഞിട്ടാണോ? ഒരിക്കലും ആയിരിക്കില്ല. ആ ഇന്ദ്രൻ അവൻ എന്തേലും നാടാൻ കളിച്ചായിരിക്കും. പിന്നീട് പാറു മുറിയിലേക്ക് എന്നിട്ട് കഥ കളിച്ചിട്ട് വിശ്വത്തെ ഫോൺ വിളിക്കണം. വിശ്വത്തെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഇന്നപോലെ വന്നു അങ്ങനെയൊക്കെ പറയണം. ഇത് അറിഞ്ഞു കഴിയുമ്പത്തിന് വിശ്വത്തിന് സഹിച്ചില്ല. വിശ്വം പുറത്തായിരുന്നു. പിന്നീട് വിശ്വം വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രൻ രാജലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ചെന്നപ്പത്തേനും ഇന്ദ്രനോട് ചോദിച്ചു, അല്ല ഏട്ടൻ എന്താ പല്ലവിച്ചേച്ചിട്ട് വീട്ടിൽ പോയെന്ന് ചോദിക്കാം. അപ്പൊ ഇത്ര പെട്ടെന്ന് ന്യൂസ് നിനക്ക് കിട്ടിയെന്ന് ചോദിക്കാം. സത്യം പറയട്ടെ, എന്തിനാ പോയെന്ന് ചോദിക്കാം. അത് പിന്നെ നിനക്കൊരു പെണ്ണ് ആലോചിക്കാൻ വേണ്ടി പോയതാ. പെണ്ണ് ആലോചിക്കാനോ? നിനക്കെന്താ മനസ്സിലായില്ലേ നിൽക്കും. നീയും ആ പല്ലവിയുടെ അനിയത്തിയും പാർവയും തമ്മിൽ ഇഷ്ടത്തിലല്ലേ നിൽക്കും എന്ന് ഏട്ടനോട് ആരാ പറഞ്ഞേ? ഞാൻ ഏട്ടനോട് പറഞ്ഞോ അല്ലെങ്കിൽ അവള് പറഞ്ഞോ? വേറെ ആരെങ്കിലും പറഞ്ഞു നിൽക്കും? ആരും പറയണ്ട. നിന്റെ മനസ്സ് ഏട്ടനെ ഞാൻ കാണണ്ടേ? അപ്പൊ എനിക്കറിയാന്ന് പറയാം. ദേ ഏട്ടാ ഒരുമാതിരി തെമ്മാടിത്തരം കാണിച്ചാണ്ടല്ലോ. അവിടെ പോയി വെറുതെ അലമ്പുണ്ടാക്കാനായിട്ട് പോയതല്ലേ. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എടാ ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ നീ എന്താണ് ഇങ്ങനെയൊക്കെ? ഒന്നുമല്ലേ, നിന്റെ ചേട്ടനല്ലേ. അപ്പൊ ഞാനല്ലേ കല്യാണം ആലോചിച്ച് പോണ്ടേ? ഈ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ ആലോചിച്ച് പോകാനായിട്ട്. നമ്മുടെ അമ്മ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ച് പോയതാന്ന് പറയാണ്. വിശ്വം പറഞ്ഞു, മേലാല് ഇമാതിരി കളികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ചേട്ടനന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ വെട്ടിക്കേറിയാൻ കൊന്നു കളയുള്ളെന്ന് പറയാം. എന്നാ വാടാ, അന്ന് അത് തന്നെ ആദ്യം നടക്കട്ടെ എന്ന് പറയണം. ഒരു ഉപകാരം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഉപദ്രവമായിട്ടുള്ള വരുന്നത് എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കര ഒരു നാടൻ കളിക്കുകയാണ്. ആ സമയം വിശ്വം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. രാജലക്ഷ്മി ചോദിച്ചു, നീ എന്ത് പരിപാടി എന്താ കാണിച്ചെന്ന് ചോദിക്കണേ. എന്ത്? അല്ല അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ് നിന്റെ ഉദ്ദേശം? നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. അവളുടെ ചേച്ചി വന്നതിന്റെ കേട് തീർന്നിട്ടില്ല, എന്നിട്ടാണോ അനിയത്തിനെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നീ ഉദ്ദേശിക്കുന്നേ ചോദിക്കും. എന്റെ അമ്മേ, ചെറിയ മീനിട്ട് വലിയ മീനിനെ പിടിക്കുന്ന വിദ്യയാണ്. കാരണം ആ വിശ്വത്തെ അവളെയും കൂടെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ പല്ലവിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല. അവര് ഒന്നിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവി ഇതിന്റെ അകത്ത് കയറി ഇടപെടും. അപ്പൊ ഞാൻ പല്ലവിയൊരു ഡിമാൻഡ് ഇറക്കും, പല്ലവി ഇങ്ങോട്ടേക്ക് വരണം. പല്ലവി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടാന്ന്. അല്ലെങ്കിൽ ഉണ്ടല്ലോ രണ്ടിനെ ഞാൻ പിടിച്ചങ്ങോട്ട് കെട്ടിക്കുമെന്ന് പറയും. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അവസാനം പല്ലവിക്ക് ഒരു ഗത്യന്തരം ഇല്ലാതെ വരും. അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല്ലവിക്ക് ഇങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ. അതാണ് എന്റെ മനസ്സിലെ പ്ലാന്. എന്നാലും ഇത് ഇച്ചിരി വളഞ്ഞ വഴിയല്ലേടാ. നമ്മുടെ അവന്റെ വിശ്വത്തിന്റെ ജീവിതം തകർന്നു പോലെ നിൽക്കും. എങ്ങനെ തകരാനമ്മേ? അവന്റെ ജീവിതം ഒന്നും തകരാനൊന്നും പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം. പിന്നീട് നിരഞ്ജനമാടം അവനെ പിടികൂടുകയാണ്. ഗുണ്ടാജയനെ പിടികൂടുകയാണ്. അങ്ങനെ ഗുണ്ടാജയനെ പിടികൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഋതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ, ഋതുവിനെ കുറിച്ചുള്ള പൊന്നുമടത്തിന്ന് ആ കോള് വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ തുറന്നു പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.